UDFിന്റെ നേതാവ് കേരളത്തില് RSSന്റെ പരമോന്നതനായിട്ടുള്ള നേതാവിനെ കണ്ടിട്ടുണ്ടല്ലോ. നിഷേധിക്കുകയാണെങ്കിൽ നിഷേധിക്കട്ടെ, പേര് പറയേ. അല്ല, പേര് പറയേണ്ട ബാധ്യത എനിക്ക്, അതുകൊണ്ട് ഞാനിപ്പോ പറയില്ല. താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണത്തെ സംബന്ധിച്ച് താങ്കൾക്ക് ആർജവം ഉണ്ടെങ്കിൽ ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു. താങ്കൾ ആ പേര് പറയൂ. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ ശാന്തമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടിട്ടുമില്ല. അപ്പൊ നിങ്ങൾ ശാന്തമായിട്ടിരിക്കേ. പക്ഷേ അങ്ങനെ ബഹളം വെക്കണ്ട. കേരളത്തിലെ ഞാൻ പറഞ്ഞു പോയിട്ടില്ലല്ലോ, ഞാൻ ഈ ചർച്ചയിലുണ്ടല്ലോ. ശരി, നിങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഓടിപ്പോയിട്ടില്ലല്ലോ. നിങ്ങൾ കിടന്ന് ബഹളം വെക്കല്ലേ? യു ജസ്റ്റ് ചോദിച്ചും പറഞ്ഞല്ലോ. താങ്കൾ പറയൂ, നമുക്ക് തീർന്നു പോവാം. എന്താണ് തമാശയാക്കാണ്? അല്ല, തമാശയാക്കാണ്. വേണ്ട മിസ്റ്റർ, നിങ്ങൾ മിണ്ടായിരിക്കും അവിടെ. അപ്പൊ നിങ്ങൾ അങ്ങനെ തീർക്കണ്ട. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് പറയാൻ പേരില്ല. സംസാരിക്കാം. അങ്ങനെ പറഞ്ഞു പോലെ അങ്ങനെ മര്യാദ പഠിപ്പിക്കണ്ട. ഒരു UDFന്റെ നേതാവ് RSSന്റെ നേതാവിനെ കണ്ടു താങ്കൾ ആദ്യത്തോടി താങ്കൾ BJPയുടെ പ്രതിനിധിയാണെങ്കിൽ താങ്കൾ പറയുന്ന ആരാണെന്ന്. UDFന്റെ നേതാക്കന്മാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ അത് കേട്ടോണ്ട് പോകുന്ന ആളല്ല ഞാൻ. മനസ്സിലായില്ലേ? നിങ്ങളൊന്നും മിണ്ടാതിരുന്നാ ഞാൻ പറയാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മിണ്ടാതിരുന്നാ ഞാൻ പറയാം. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അഭിലാഷ് അയാളൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ ഞാൻ സംസാരിക്കാം. എനിക്ക് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല. താങ്കൾ പേര് പറഞ്ഞ ആ തർക്കം അവിടെ കഴിഞ്ഞില്ലേ? തെളിവിന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. പേര് പറഞ്ഞു. എന്താണ് നിന്റെ പേര്? RSSന്റെ സർസംഘചാലക് CP ജോൺ എന്ന് പറയുന്ന UDFന്റെ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. എന്നിട്ട് ഞാൻ പിന്നെ പറയാം അതുണ്ടോ ഇല്ലയൊന്നും. ആദ്യം പോയിട്ട് CP ജോണിനെ ഒന്ന് വിളിച്ച് ചോദിക്കും. CP ജോണിനെ സർസംഘചാലക് വീട്ടിൽ പോയി കണ്ടു. ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലോ. നിങ്ങൾ അന്വേഷിക്കേ. ഞാൻ പേര് പറയാനല്ലേ പറഞ്ഞേ. അയാൾ UDF നേതാവ് അല്ല എന്ന് നിങ്ങൾക്കുണ്ടോ? ഒന്നുമില്ല. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യമല്ലേ? നിങ്ങൾ പേര് പറയാൻ പറഞ്ഞു, ഞാൻ പേര് പറഞ്ഞു. അപ്പൊ മിണ്ടാതിരിക്കേ. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ. എന്റെ സമയമല്ലേ ഇത്? എന്റെ സമയമല്ലടോ, എന്റെ സമയമല്ലേ? ഞാൻ സംസാരിക്കട്ടെ. ഇതൊന്നും മര്യാദ വേണം. ഞാൻ സംസാരിക്കട്ടെ. ഇതൊന്നും മര്യാദ. വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. അനന്തപുരി സഹകരണ സംഘം എന്ന് പറയുന്നത് അത് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്ലാനിംഗ് അംഗം പോയി നടത്തിയ പ്രഭാഷണം, അതിൽ ഉണ്ടായ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഒരാൾ പോയി കാണുമ്പോൾ അതിനെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടി ഞങ്ങൾ പോയി കണ്ടതാണെന്നൊക്കെ പറയുന്ന ഇത്തരം നെറികെട്ട തരം താഴ്ന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് ഗോപാലകൃഷ്ണനോട് നെറുകേട് പറഞ്ഞ നിങ്ങളല്ലേ? ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ വലിയ ആവേശം കാണിച്ചല്ലോ. ഞാൻ സംസാരിക്കട്ടെ, കേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞോ? ഞാൻ പറയാത്ത പറയണേ പാർട്ടി ചേരാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്ത് മര്യാദകടെ സംസാരിക്കണം മിസ്റ്റർ? പാർട്ടി ചേരാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞോ? നിർത്ത്. പിന്നെ ഞാൻ പറഞ്ഞോ? താങ്കൾ എന്താ ഉദ്ദേശിച്ചതുകൊണ്ട്? നിർത്തണോ? നിർത്തണില്ല. എല്ലാവരെയും പാർട്ടി ചേർക്കാനെന്ന് ഞാൻ പറഞ്ഞോ? നാണുണ്ടോ? എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. നേതാവിന്റെ പേര് പറഞ്ഞപ്പോ താങ്കളൊന്നും മര്യാദക്ക് സംസാരിക്കും. മര്യാദകൾ കാണിക്കരുത്. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.